നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറേ വർഷമായി തുടരുന്ന നിയമ പോരാട്ടങ്ങൾക്കിടയിൽ അതിജീവിതയായ താരം പങ്കുവച്ച പുതിയ പ്രതികരണം കേരളത്തിന്റെ പൊതു മനസാക്ഷിയെ ഒന്നടങ്കം പിടിച്ചിരിക്കുന്നതാണ്. ഒരു അതിക്രമം നേരിട്ടപ്പോൾ തളർന്നു പോകാതെ നീതിയുടെ പക്ഷത്ത് നിൽക്കാൻ തീരുമാനിച്ച ഒരു വ്യക്തി പിന്നീട് നേരിടേണ്ടി വരുന്ന മാനസിക പീഡനങ്ങളുടെയും സൈബർ ആക്രമണങ്ങളുടെയും ആഴം വ്യക്തമാക്കുന്നതായിരുന്നു ആ വാക്കുകൾ. തനിക്കെതിരെ നടന്ന ആക്രമണം അപ്പോൾ തന്നെ പോലീസിൽ അറിയിച്ചതാണോ താൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് അവർ വേദനയോടെ ചോദിക്കുമ്പോൾ അത് ജനാധിപത്യ സംവിധാനത്തിലെ സുരക്ഷാ ബോധത്തെക്കുറിച്ചും സ്ത്രീ സുരക്ഷയെക്കുറിച്ചുമുള്ള വലിയ ചർച്ചകൾക്കാണ് വഴി തുറക്കുന്നത്. എല്ലാം സഹിച്ചും മിണ്ടാതിരുന്നും കഴിഞ്ഞു പോയിരുന്നുവെങ്കിൽ താൻ ഇന്ന് അനുഭവിക്കുന്ന വേട്ടയാടലുകൾ ഉണ്ടാകുമായിരുന്നില്ലെന്നും, എന്നാൽ ആത്മാഭിമാനത്തോടെ പ്രതികരിച്ചതുകൊണ്ട് താൻ ഇന്ന് സമൂഹത്തിന് മുന്നിൽ കുറ്റക്കാരിയായി മാറുകയാണെന്നോ എന്ന ആവലാതിയും അവർ പങ്കുവയ്ക്കുന്നു. ഈ കേസിലെ രണ്ടാം പ്രതിയായ മാർട്ടിൻ വിയ്യൂർ ജയിലിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പ് പുറത്തുവിട്ട വീഡിയോയും അതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ ഉയർന്ന അധിക്ഷേപ പരാമർശങ്ങളുമാണ് താരത്തെ ഇത്തരമൊരു കുറിപ്പെഴുതാൻ പ്രേരിപ്പിച്ചത്. 20 വർഷം തടവ് ശിക്ഷ ലഭിച്ച ഒരു പ്രതി ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് ഇത്തരത്തിൽ വീഡിയോകൾ പ്രചരിപ്പിക്കുന്നത് നിയമത്തോടുള്ള കടുത്ത വെല്ലുവിളിയാണ്. ആ വീഡിയോയിൽ പ്രതി ഉന്നയിക്കുന്ന വൈകൃതമായ ആരോപണങ്ങൾ കണ്ടപ്പോൾ തന്റെ നഗ്ന വീഡിയോകൾ എടുത്തത് താനാണെന്ന് കൂടി അയാൾക്ക് ആ വീഡിയോയിൽ പറയാമായിരുന്നു എന്ന് അതിജീവിത പരിഹസിക്കുന്നു. തന്നെ അപമാനിക്കാൻ ശ്രമിക്കുന്നവർക്കും ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കും അവരുടെ വീട്ടിലുള്ളവർക്കും ഈ ഒരു ദുരവസ്ഥ വരാതിരിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് അവർ മുന്നോട്ട് വെക്കുന്നത്. ഒരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും വലിയ സ്വകാര്യത ലംഘനത്തെ പോലും ആഘോഷമാക്കുന്ന സൈബർ ഇടങ്ങളിലെ ക്രൂരതയാണ് അവർ തുറന്നു കാണിക്കുന്നത്. നീതിക്കായി കോടതിയുടെ പടികൾ കയറുമ്പോഴും അപ്പുറത്ത് തന്നെ അപമാനിക്കാൻ സദാചാരവാദികളുടെ ഒരു വലിയ നിര തന്നെ ഉണ്ടെന്ന് അവർ തിരിച്ചറിയുന്നു. അന്ന് സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് കരുതി ആരോടും ഒന്നും പറയാതെ മൗനം പാലിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ന് താൻ ഇത്രയധികം ക്രൂശിക്കപ്പെടില്ലായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആ അതിക്രമത്തിന്റെ വീഡിയോകൾ പുറത്തു വരുമ്പോൾ എന്തുകൊണ്ട് അത് അന്ന് തന്നെ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് ചോദിക്കുന്നവരോട് മറുപടി പറയാൻ കഴിയാതെ താൻ ആത്മഹത്യ ചെയ്യേണ്ടി വരുമായിരുന്നുവെന്ന് അവർ ഓർമ്മിപ്പിക്കുന്നു. പരാതിപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു സ്ത്രീ തന്നെയാണ് ഇത്തരമൊരു സമൂഹത്തിൽ കുറ്റപ്പെടുത്തലുകൾക്ക് ഇരയാകുന്നത് എന്ന കൈപ്പേറിയ യാഥാർത്ഥ്യം അവരുടെ വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. താൻ ഒരു ഇരയോ അല്ലെങ്കിൽ അതിജീവിതയോ ആയി ചിത്രീകരിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നില്ലെന്നും സാധാരണക്കാരനായ ഒരു മനുഷ്യനായി മടക്കി ജീവിക്കാൻ തന്നെ അനുവദിക്കണമെന്നുമാണ് താരത്തിന്റെ ആഗ്രഹം. കഴിഞ്ഞ കുറേ വർഷങ്ങളിലായി സിനിമയിൽ നിന്നും പൊതുജീവിതത്തിൽ നിന്നും വിട്ടുനിൽക്കേണ്ടി വന്നതും പിന്നീട് ശക്തമായ തിരിച്ചുപിടുത്തങ്ങൾ നടത്തിയതും വലിയ വാർത്തയായിരുന്നു. എന്നാൽ ഓരോ തവണയും മുന്നോട്ട് നടക്കാൻ ശ്രമിക്കുമ്പോൾ തടസ്സങ്ങളുമായി വിദ്വേഷ പ്രചാരങ്ങൾ എത്തുന്നത് അവർക്ക് വലിയ മാനസിക പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. കേസിലെ പ്രതികൾക്ക് ലഭിക്കുന്ന ശിക്ഷയേക്കാൾ വലിയ ശിക്ഷയാണ് അപവാദ പ്രചാരണങ്ങളിലൂടെ താൻ അനുഭവിക്കുന്നതെന്ന് അവർ പറയാതെ പറയുന്നു. മാർട്ടിൻ പുറത്തുവിട്ട വിദ്വേഷ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലാക്കിയവർക്കെതിരെയും പ്രചരിപ്പിച്ചവർക്കെതിരെയും അതിജീവിത പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. DIG ഹരിശങ്കറിന് നൽകിയ പരാതിക്കൊപ്പം 24ഓളം സോഷ്യൽ മീഡിയ ലിങ്കുകളും അവർ തെളിവായി സമർപ്പിച്ചു. താൻ നേരിടുന്ന ഈ സൈബർ ആക്രമണം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിരുന്നു. വ്യക്തിപരമായ വിവരങ്ങൾ ചോർത്തുന്നതിനും സമൂഹ മാധ്യമത്തിലൂടെ അധിക്ഷേപം തുടരുന്നതിനും എതിരെ ശക്തമായ നടപടി ഉണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് തൃശൂർ സൈബർ പോലീസ് സംഭവത്തിൽ കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. പ്രതികൾ ജയിലിനുള്ളിൽ ഇരുന്നതാണോ ഇത്തരം വീഡിയോകൾ നിർമ്മിക്കുന്നതെന്നും അതിന് പുറത്തുള്ളവരുടെ സഹായം ലഭിക്കുന്നുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഒരു കുറ്റകൃത്യം നേരിട്ട സ്ത്രീയെ വീണ്ടും വേട്ടയാടുന്നത് ജനാധിപത്യ സമൂഹത്തിന് ചേർന്നതല്ല. അത് ജീവിതം ഉയർത്തുന്ന രോദനം നമ്മുടെ നിയമ സംവിധാനങ്ങൾക്കും സൈബർ സുരക്ഷാ ഏജൻസികൾക്കുമുള്ള ഒരു മുന്നറിയിപ്പാണ്.